അപ്പോൾ ശരണ്യയുടെ മുടി ജിൻഡോ പിടിച്ച് വലിച്ചു എന്നുള്ള അതിൻ്റെ വീഡിയോ ലാലേട്ടൻ കാണിച്ചു. എനിക്ക് ലാലേട്ടൻ ആ വീഡിയോ കാണിച്ചെങ്കിലും അതിനൊരു ക്ലാരിറ്റി കൊടുക്കാൻ ലാലേട്ടന് കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. അത് ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം ആയിരിക്കാം. പക്ഷേ അത് എങ്ങും തൊടാതെ തലയും വാലും ഇല്ലാതെ കൊണ്ട് നിർത്തിയ പോലെ എനിക്ക് തോന്നുന്നു. കാര്യം വീഡിയോകളെല്ലാം കാണിച്ചു. അതിനകത്ത് ലാലേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ജിൻഡോ മുടി പിടിച്ച് വലിച്ചതായിട്ട് നിങ്ങൾക്കാർക്കിങ്ങനെ തോന്നുന്നുണ്ടോ? ജിൻഡോ ആണോ പിടിച്ച് വലിച്ചേ എന്ന് നോക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലായി ജിൻഡോ അല്ല എന്നുള്ളത്. പക്ഷേ ആ വീഡിയോ കാണിക്കുമ്പോൾ ഇതിനകത്ത് എവിടെയാണ് ജിൻഡോ മുടി പിടിച്ച് വലിക്കുന്നത് എന്ന് ചോദിക്കണമായിരുന്നു. പക്ഷേ ചോദിച്ചില്ല. അത് ബിഗ് ബോസിൻ്റെ ഒരു കളി തന്നെ ആകാം എന്നെനിക്ക് തോന്നി. അതുപോലെ തന്നെ വേറെ ഒരു സംഭവം എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. എന്നിട്ടും അവിടുത്തെ പല മത്സരാർത്ഥികളും ശരണ്യ ഉൾപ്പെടെ പറയുന്നു എൻ്റെ മുടി ആരോ മുടി പിടിച്ച് വലിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. ഫ്രീദ് പറയുന്നു ജിൻഡോയുടെ കയ്യിൽ നിന്ന് മുടി ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു ക്ലാരിറ്റി ആയിട്ട് കൊടുക്കേണ്ട കാര്യമല്ല. അതുപോലെ ഇച്ചിരി ഈ സ്പീഡിലൊരു വീഡിയോ കാണിച്ചിട്ട് കാര്യമൊന്നും ഇല്ലായിരുന്നു. അത് ഇച്ചിരി സ്ലോ മോഷനിൽ കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഏറ്റവും നന്നായിരിക്കും എന്നെനിക്ക് തോന്നി. അതുപോലെ ഈ മുടിയിരിക്കുന്ന കൈ കാണിക്കേണ്ടത് അത്യാവശ്യമായിരുന്നെന്ന് തോന്നി. അങ്ങനെ ഒരു ക്ലാരിറ്റി ഒന്നും കൊടുക്കാൻ ഈ വീഡിയോ ബിഗ് ബോസിന് അത് വലിയ താല്പര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അത് ജിൻഡോയുടെ കാര്യമല്ലേ, ഇത്രയൊക്കെ മതി എന്ന് വിചാരിക്കുക. പിന്നെ പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ചായിരിക്കാം ഇത്രയെങ്കിലും വീഡിയോ ഒക്കെ കാണിച്ചതല്ലേ എന്നെനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയ്ക്കകത്ത് ശരണ്യ പിന്നെയും പറയുന്നത് എൻ്റെ മുടി നന്നായി വേദനിച്ചു, മുടിയെ പിടിച്ചു വലിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇരട്ടത്താപ്പ് ഇപ്പോഴും തുറന്ന് കാണിച്ചു. അത് ജിൻഡോ ചെയ്യുന്നതെല്ലാം തെറ്റായിട്ടാണ് പറയുന്നത്. ജിൻഡോയ്ക്കവിടെ ഞാൻ പറഞ്ഞു അതങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെയ്ത്. അപ്പം മറ്റുള്ളവർ ചെയ്തതൊന്നും ഗബ്രി ജിൻഡോയെ പിടിച്ച് തൻ്റെ ദേഹത്തോട്ടിടുന്ന് കാണിക്കുന്നുണ്ട്. ആ വീഡിയോയും കാണിച്ചു. എന്നിട്ട് അതിനെപ്പറ്റി ആർക്കും ഒന്നും പറയാനില്ല. ഗബ്രിക്ക് പക്ഷേ അത് മനസ്സിലായിട്ടുണ്ട്. ഗബ്രിയുടെ മുഖം വല്ലാതാവുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ബാക്കിയുള്ള മത്സരാർത്ഥികളൊക്കെ ഇതിനെപ്പറ്റി എന്ത് അഭിപ്രായം പറയുന്നു എന്ന് അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും.